അമ്പലപ്പുഴ താലൂക്ക് NSS യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ഏകദിന പഠനക്കളരി സംഘടിപ്പിച്ചു. യൂണിയൻ പ്രസിഡന്റ് പി രാജഗോപാല പണിക്കർ ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ താലൂക്ക് NSS യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ഏകദിന പഠനക്കളരി സംഘടിപ്പിച്ചു. കുട്ടികളുടെ മാനസികവും ആരോഗ്യപരവുമായ വിഷയങ്ങളെ സംബന്ധിച്ചും മന്നത്ത് ആചാര്യനെക്കുറിച്ചുള്ള അറിവ് പകർന്നു നൽകുന്നതിനും മാനസിക ഉല്ലാസത്തിനും ഉതകുന്ന പരിപാടികളും ഉൾപ്പെടുത്തി വിദഗ്ധരായ ഫാക്കൽറ്റീസ് ക്ലാസുകൾ നയിച്ചു. ഡോക്ടർ KP പണിക്കർ മെമ്മോറിയൽ താലൂക്ക് യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി അമ്പലപ്പുഴ താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് പി രാജഗോപാല പണിക്കർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ D ഗംഗാദത്തൻ നായർ അധ്യക്ഷത വഹിച്ചു. വനിതാ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ PM രമാദേവി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി N രാജനാഥ് സ്വാഗതം ആശംസിച്ചു. മന്നത്തു പത്മനാഭൻ ധീരനായ കർമ്മയോഗി എന്ന വിഷയം സംബന്ധിച്ച് NSS കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ D ഗംഗാദത്തൻ നായരും കുട്ടികളുടെ ബാല്യകാല കൗമാരഘട്ടങ്ങളിലെ ആരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തിൽ മെഡിക്കൽ ഓഫീസർ ഭാവന ജയറാമും ക്ലാസുകൾ നയിച്ചു. തുടർന്ന് TV ആർട്ടിസ്റ്റ് കരുവാറ്റ ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ പാട്ടും ചിരിയും എന്ന പരിപാടിയും നടന്നു. യൂണിയൻ കമ്മിറ്റി അംഗം KS വിനയകുമാർ കൃതജ്ഞത രേഖപ്പെടുത്തി. ഈ അവസരത്തിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ NSSനെ സംബന്ധിച്ച് ഒരു സാമുദായിക സംഘടന എന്നുള്ളതിനേക്കാൾ അധികം സാമൂഹിക സംഘടന എന്നുള്ളതിലേക്ക്, അതായത് മറ്റ് ഇതര വിഭാഗങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി എല്ലാവിധ സഹായവും ചെയ്തു നൽകുന്ന ആ സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി. അതിന്റെ കീഴിൽ നമ്മൾ വിവിധ ഘടകങ്ങൾ, കരയോഗങ്ങളാണെങ്കിലും വനിതാ സമാജങ്ങൾ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബാലസമാജം, അതായത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ സംഘടിപ്പിച്ച് നമ്മൾ ബാലസമാജം എല്ലാ കരയോഗങ്ങളിലും രൂപീകരിച്ചിട്ടുണ്ട്. രൂപീകരിക്കാത്ത ഏതാനും വളരെ തുച്ഛമായിട്ടുള്ള കരയോഗങ്ങളെ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കരയോഗങ്ങളിൽ അത് രൂപീകരിക്കുക. അതുപോലെ തന്നെ പ്രവർത്തനക്ഷമമല്ലാത്ത കരയോഗങ്ങളിലെ നിങ്ങൾ എത്തിച്ചേർന്നതിന് ശേഷം ഇന്നിപ്പോൾ നമ്മുടെ സമുദായ ആചാര്യനെ പറ്റിയൊക്കെ വളരെ വിശദമായ രീതിയിലുള്ള ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അതാത് കരയോഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു നായർ സർവീസ് സൊസൈറ്റിയുടെ കീഴിലുള്ള ബാലസമാജത്തിന്റെ ആ യൂണിറ്റ് പ്രവർത്തനക്ഷമമാക്കുന്നതിന് പരമാവധി നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം. എന്ന് വെച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്കാണേലും പൊതുസമൂഹത്തിനാണേലും പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് അതിന് നിങ്ങളുടെ എല്ലാം പരമാവധി സഹകരണം ഉണ്ടാവണം. കുട്ടികൾ നിങ്ങൾ എല്ലാവരും അതാത് കരയോഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ബാലസമാജം പ്രവർത്തകരായിട്ട് അടുത്ത ഒരു മീറ്റിംഗ് ഇതുപോലെ കൂടുമ്പോൾ ബാലസമാജത്തിന്റെ